നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് ട്യൂട്ടോറിയലോ അല്ലെങ്കിൽ മാർക്കറ്റ് അനാലിസിസോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ പുതിയതായിട്ട് ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകുന്ന ഒരു 10 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കുക. ആരും തന്നെ അതൊരു ഉപദേശമായിട്ടൊന്നും എടുക്കരുത്. നമ്മൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷനായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ആ ഒരു രീതിയിൽ മാത്രം ഈ ഒരു വീഡിയോ എടുത്താൽ മതി. അപ്പോൾ ഇനി അധികം സമയം കളയണ്ട, ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നവരോട് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ലിവറേജ് യൂസ് ചെയ്യാതിരിക്കുക. നമുക്കറിയാം, നമ്മൾ ബൈനാൻസിലൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് 10x 50x ഒക്കെ നമുക്ക് ലിവറേജ് എടുത്ത് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളുടെ കയ്യിലുള്ള ക്യാപിറ്റലിൻ്റെ 10 ഇരട്ടിയും 50 ഇരട്ടിയും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. സ്വാഭാവികമായിട്ടും അത്രയും വലിയൊരു ലിവറേജ് എടുത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയൊരു മൂവ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും വളരെ വലുതായിരിക്കും. ഒരുപാട് പേര് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അവർക്ക് കിട്ടിയ 20x 30x ഒക്കെ ലിവറേജ് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്ത് കിട്ടിയ പ്രോഫിറ്റൊക്കെ അവർ ഷെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റാണ്. നിങ്ങൾക്ക് ഒരു മിനിറ്റിൽ തന്നെ നിങ്ങളുടെ ക്യാപിറ്റൽ ഇരട്ടിയാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഹൈ ലിവറേജ് ഒക്കെ എടുത്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ പ്രോഫിറ്റ് മാത്രമല്ല ഈ ഒരു ട്രേഡിങ്ങിൽ ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഒരു വശത്ത് പ്രോഫിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മറുവശത്ത് ലോസും ഉണ്ട്. അപ്പോൾ ഇത്രയധികം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയധികം തന്നെ ലോസും നമുക്ക് അവിടെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. സോ ഹൈ ലിവറേജ് എടുത്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ മൊത്തം നഷ്ടപ്പെടാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഹൈ ലിവറേജ് ഒക്കെ എടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കാം, വളരെ പെട്ടെന്ന് തന്നെ ഹൈ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷേ അത് തീർച്ചയായിട്ടും ഒരു ഭാഗ്യമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഒരു ഗാംബ്ലിംഗ് ആയിട്ട് ഒരിക്കലും ട്രേഡിങ്ങിനെ കാണരുത്. നിങ്ങൾ ലിവറേജ് എടുത്തുകൊണ്ട് ഹൈ ലിവറേജ് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്നത് ഒരു ഗാംബ്ലിംഗ് തന്നെയാണ്. കിട്ടി പോയാൽ പോയി, അതിനപ്പുറത്തേക്ക് അവിടെ ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ നഷ്ടം സംഭവിക്കുകയും നിങ്ങളുടെ ആ ഒരു ഫ്യൂച്ചർ ട്രേഡാണ് ചെയ്യുന്നതെങ്കിൽ ഫ്യൂച്ചർ വാലറ്റിലുള്ള എമൗണ്ട് മൊത്തം ലിക്വിഡേറ്റ് ആയി പോകാനും സാധ്യതയുള്ള ഒരു കാര്യമാണ് ലിവറേജ് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വെക്കണം. അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ലിവറേജ് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. അടുത്തതായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇത്തിരി ക്ലീഷയാണ്, പലരും പറഞ്ഞ് നിങ്ങൾ കേട്ട് മടുത്തിട്ടുള്ളൊരു കാര്യമായിരിക്കും. DYOR, അതായത് ഡു യുവർ ഓൺ റിസർച്ച്. നിങ്ങളൊരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു കോയിനിൽ നിങ്ങളൊരു ട്രേഡ് എടുക്കാനോ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു പഠനം നടത്തിയിരിക്കണം, ഒരു റിസർച്ച് നടത്തിയിരിക്കണം. അപ്പോൾ ഏത് രീതിയിൽ എവിടെ നമ്മൾ ഒരു റിസർച്ച് നടത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കോയിൻ മാർക്കറ്റ് ക്യാപ്പാണ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് യൂസ് ചെയ്യാനായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഓരോ ഓപ്ഷൻസും ഏത് രീതിയിലാണ് നമുക്ക് ഉപകാരപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സോ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, ഒരു ഡിക്ഷണറി തന്നെയാണ്. നിങ്ങൾക്ക് ഏതൊരു കോയിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിക്ഷണറി തന്നെയാണ് കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നമുക്ക് റാങ്ക് അടിസ്ഥാനത്തിൽ, മാർക്കറ്റ് ക്യാപ്പിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റാങ്ക് അടിസ്ഥാനത്തിൽ നമുക്ക് പല കോയിനുകളെയും കാണാനായിട്ട് പറ്റും. ഏറ്റവും ആദ്യം നമുക്ക് റാങ്ക് 1 നമുക്ക് ബിറ്റ്കോയിനെ കാണാൻ പറ്റും, റാങ്ക് 2 എത്തേറിയം കാണാൻ പറ്റും. അങ്ങനെ താഴേക്ക് നമുക്ക് റാങ്ക് 1, 2, 3 അങ്ങനെ താഴേക്ക് ഒരുപാട് കോയിനുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ എന്നുള്ള നിലയിൽ നിങ്ങളൊരു റിസർച്ച് നടത്തുമ്പോൾ ഏതൊക്കെ കോയിനുകൾ സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ ടോപ്പ് 50 റാങ്കിലുള്ള കോയിനുകൾ മാത്രം സെലക്ട് ചെയ്യാം. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 50 റാങ്ക് വരെയുള്ള കോയിനുകൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിലെ കോയിനുകളിൽ മാത്രം നിങ്ങൾ റിസർച്ച് ചെയ്ത് പഠിക്കാൻ തുടങ്ങാം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഷിറ്റ് കോയിൻസും മീം കോയിൻസും ഒക്കെ ഒഴിവാക്കുക. പലരും മീം കോയിനുകളുടെ പുറകെ പോകുന്നത് കണ്ടിട്ടുണ്ട്. മീം കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് 100x ഒക്കെ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പ്രൊമോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരിക്കലും പോയി മീം കോയിനുകളിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. നമുക്ക് സ്ക്വിഡ് ഗെയിമിൻ്റെ കാര്യം അറിയാം. സ്ക്വിഡ് ഗെയിം ഈ പറഞ്ഞ പോലെ തന്നെ വളരെ വലിയൊരു റിട്ടേൺസ് വളരെ ചെറിയ സമയത്തിൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പലരും പ്രൊമോട്ട് ചെയ്തിരുന്നു. അതിൻ്റെ അവസ്ഥ എന്താണ്, അതൊരു സ്കാം ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിറ്റ് കോയിൻസും മീം കോയിൻസും അവോയ്ഡ് ചെയ്തുകൊണ്ട് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ടോപ്പ് 50 നിൽക്കുന്ന കോയിനുകളിൽ മാത്രം നിങ്ങളൊരു റിസർച്ച് നടത്തുക. അതിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബിയർ മാർക്കറ്റിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പലരും ഒരു ബുൾ മാർക്കറ്റിലായിരിക്കും ചിലപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കുക. നല്ല രീതിയിൽ എല്ലാ കോയിനുകളും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, നല്ല രീതിയിൽ പ്രോഫിറ്റ് എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരിക്കും നിങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക. അങ്ങനെ വന്നിട്ടുള്ള ഒരാൾക്ക് ഒരു ബിയർ മാർക്കറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിയർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഇതായിരിക്കും. നാട്ടുകാരുടെ ഓടി വരണേ, കടയ്ക്ക് തീ പിടിച്ചേ,
ബിയർ മാർക്കറ്റിനെ ഈ ഒരു രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. ബിയർ മാർക്കറ്റിനെ നമ്മൾ നല്ല രീതിയിൽ ഷോപ്പിംഗ് നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം കാണാനായിട്ട്. നമുക്കറിയാം പല കോടീശ്വരന്മാരും ഉണ്ടായിട്ടുള്ളത് ബിയർ മാർക്കറ്റിൽ നിന്നാണ്. നമ്മൾ പല വാട്സപ്പ് സ്റ്റാറ്റസുകളൊക്കെ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ബിയർ മാർക്കറ്റിനെ നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പഠിക്കണം. അതായത് ബിയർ മാർക്കറ്റിലാണ് നല്ല പൊട്ടൻഷ്യലുള്ള പല കോയിനുകളും നമുക്ക് ചെറിയ വിലയ്ക്ക് വാങ്ങിക്കാനായിട്ട് പറ്റാം. അങ്ങനെ ആ ഒരു ബിയർ മാർക്കറ്റിൽ നമ്മൾ നല്ല രീതിയിൽ നല്ലൊരു ക്വാണ്ടിറ്റി, നല്ല പൊട്ടൻഷ്യലുള്ള കോയിനുകൾ നല്ല ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുൾ മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. സോ ആ രീതിയിൽ വേണം, ആ ഒരു ചിന്താഗതിയിൽ വേണം നമ്മൾ ബിയർ മാർക്കറ്റിനെ കാണാനായിട്ട്. ബിയർ മാർക്കറ്റ് സംഭവിക്കുമ്പോൾ എല്ലാം വിറ്റ് പെറുക്കി ഇനി ഒരു ബുൾ മാർക്കറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഒരു ബിയർ മാർക്കറ്റിൽ ഇരിക്കുമ്പോൾ അതത് സപ്പോർട്ട് ഏരിയകളിൽ വെച്ചിട്ട് കോയിനുകൾ മാക്സിമം നമുക്ക് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ക്വാണ്ടിറ്റീസ് നമ്മുടെ കൈക്കലാക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ ഒരു ബുൾ മാർക്കറ്റിൽ നമുക്ക് സന്തോഷിക്കാനായിട്ടുള്ള വക അവിടെ നിന്ന് കിട്ടുള്ളൂ. സോ ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം മനസ്സിൽ വയ്ക്കുക. ബിയർ മാർക്കറ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ബിയർ മാർക്കറ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ പൈസയും കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ USDTയും കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു കോയിനിൽ മൊത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അവിടെയാണ് നമ്മുടെ നാലാമത്തെ കാര്യം വരുന്നത്. നമ്മുടെ കയ്യിലുള്ള എല്ലാ പൈസയും അല്ലെങ്കിൽ എല്ലാ USDTയും ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. എങ്ങനെയാണ് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സപ്പോർട്ട് ഏരിയാസും റെസിസ്റ്റൻസ് ഏരിയാസും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ബിയർ മാർക്കറ്റ് സംഭവിക്കുമ്പോൾ നമുക്കറിയാം ഏതൊരു സപ്പോർട്ട് ഏരിയ വരെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് ഇവിടെ നിന്നൊരു റിജക്ഷൻ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഏരിയാസിൽ, അതായത് ഓരോ ഡിപ്പുകളിലും അവിടെ ഒരു ഡിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ വേണം നമ്മൾ കുറേശ്ശെ ആയിട്ട് ആ കോയിനുകൾ വാങ്ങിക്കാനായിട്ട്. അതല്ല നമ്മൾ ഒറ്റയടിക്ക് ഒരു കോയിനിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ പൈസ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തു, പിന്നീടും ആ ഒരു കോയിൻ്റെ പ്രൈസ് താഴേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് എമൗണ്ട് ആ ഒരു സപ്പോർട്ട് ലെവലിൽ നമ്മൾ ബൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അടുത്ത സപ്പോർട്ടിലേക്ക് പോകുമ്പോൾ ആ സപ്പോർട്ടിൽ നമുക്ക് കുറച്ചുകൂടെ കോയിൻ വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നീട് ഇത് തിരിച്ചു കയറുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ആ ഒരു കോയിനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഡോളർ കോസ്റ്റ് എവറേജിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബൈ ഇൻ ദ ഡിപ്പ് ഏത് രീതിയിൽ ചെയ്യണം, അതായത് ബൈ ദ ഡിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ഇപ്പോൾ മനസ്സിൽ വയ്ക്കുക. ഒറ്റയടിക്ക് എല്ലാ പൈസയും കൊണ്ട് ഒരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഒറ്റയടിക്ക് എല്ലാ കോയിനും ഒരുമിച്ച് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഒറ്റയടിക്ക് ആ കോയിൻ മൊത്തത്തിൽ അങ്ങോട്ട് വിറ്റ് ഒഴിവാക്കാനായിട്ടും പാടില്ല. നമ്മൾ ഒരു ഡിപ്പിൽ നമ്മൾ ബൈ ചെയ്തു എന്ന് വിചാരിക്കുക, ആ കോയിൻ മുകളിലേക്ക് പോയി നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി കഴിയുമ്പോൾ നമ്മളതെല്ലാം സെല്ല് ചെയ്യും. നമ്മളതിന് എല്ലാം സെല്ല് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടിയും ആ കോയിൻ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടേണ്ടിയിരുന്ന പ്രോഫിറ്റ് കൂടി നമ്മളവിടെ മിസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് മാത്രം സെല്ല് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള കോയിൻ അവിടെ ഹോൾഡ് ചെയ്യാം. അത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് ആയില്ല. ഇനി അതല്ലാതെ താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കോയിൻ അവിടെ വാങ്ങിക്കാനായിട്ട് പറ്റും. ദെൻ അത് വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രോഫിറ്റും കിട്ടും. സോ കിട്ടിയ പ്രോഫിറ്റ് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളൊരു രീതി മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ബൈനാൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് സ്റ്റേക്കിങ്ങും ലിക്വിഡിറ്റി പൂളും അല്ലെങ്കിൽ ഏൺ ചെയ്യാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ബൈനാൻസിലുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. നമ്മൾ ചുമ്മാ സ്പോട്ട് വാലറ്റിൽ ഒരു കോയിൻ ബൈ ചെയ്ത് സ്പോട്ട് വാലറ്റിൽ അത് ചുമ്മാ ഹോൾഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് ആ ഹോൾഡ് ചെയ്യുന്ന കോയിൻ സ്റ്റേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു കോയിനിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് കൂടി നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിൽ ചുമ്മാ ഹോൾഡ് ചെയ്തിടാതെ ഈ രീതിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്യാനായിട്ട് മുൻകൈ എടുക്കുന്നത്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു കാര്യമാണ്. നമുക്ക് കുറച്ച് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ് സ്റ്റേക്കിങ്ങും അതുപോലെ തന്നെ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ലിക്വിഡിറ്റി പൂളിനെ പറ്റിയിട്ടും സ്റ്റേക്കിങ്ങിനെ പറ്റിയിട്ടും ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഫോമോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചില ആളുകളുണ്ട് ഒരു കോയിൻ നല്ല രീതിയിൽ പമ്പായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോയിട്ട് പെട്ടെന്ന് ഉള്ള പൈസ മുഴുവൻ എടുത്ത് അത് ബൈ ചെയ്യും. അപ്പോഴായിരിക്കും ആ കോയിൻ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴേക്ക് വരുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സാവുമോ എന്നുള്ളൊരു ചിന്താഗതിയിൽ ഓടിപ്പോയിട്ടൊരു എൻട്രി എടുക്കാതിരിക്കുക. ക്രിപ്റ്റോ മാർക്കറ്റ് എന്നല്ല, ഏതൊരു ട്രേഡിംഗ് ആയാലും നമുക്ക് എല്ലാ ദിവസവും
എല്ലായ്പ്പോഴും നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നുകൊണ്ടേയിരിക്കും. ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഒന്നുമില്ല. ലോങ് ആയാലും ഷോർട്ട് ആയാലും ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി എല്ലായ്പ്പോഴും മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഓടിപ്പോയിട്ട് ഒരു എൻട്രി എടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കുക. അത്തരത്തിലുള്ളൊരു സമയത്ത് ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ലോസ് വാങ്ങിത്തരാനായിട്ട് സാധ്യതയുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് മുതിരാതിരിക്കുക. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവോയ്ഡ് ട്രേഡിംഗ് സിഗ്നൽസ്. ട്രേഡിംഗ് സിഗ്നൽസ് തരുന്ന ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു സിഗ്നൽസ് തരുന്ന ആളുകളെ, ട്രേഡിംഗ് സിഗ്നൽസ് തരുന്ന ആളുകളെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ട്രേഡ് എടുക്കാനുള്ള കഴിവാണ് അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരാൾ പെട്ടെന്ന് ആ ഒരു സിഗ്നൽ തരുന്നത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് ട്രേഡിംഗ് ഐഡിയാസ് അല്ലെങ്കിൽ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ തരുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് നടത്താനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് നടത്താനായിട്ട് അവരുടെ ഐഡിയാസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ട്രേഡറായിട്ട് മാറാനും സാധിക്കും. സോ ട്രേഡിംഗ് സിഗ്നൽസിൽ നിന്ന് മാറി നിൽക്കുക. ഈ രീതിയിലുള്ള അനാലിസിസും കാര്യങ്ങളും ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ അവരെ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് സ്കിൽസ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജീനെ മാത്രമേ ഫോളോ ചെയ്യാനായിട്ട് പാടുള്ളൂ. കൃത്യമായിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആ സ്ട്രാറ്റജിയിൽ വെള്ളം കലർത്തരുത്. ചില ആളുകളുണ്ട് സ്റ്റോപ്പ് ലോസ്, നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ കൃത്യമായിട്ട് വരച്ച് വയ്ക്കും. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഓർഡർ അവിടെ പ്ലേസ് ചെയ്യാതെ ടാർഗറ്റ് മാത്രം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ നോക്കിയിരിക്കും. ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും അവരത് സെല്ല് ചെയ്യില്ല, അവരത് ഹോൾഡ് ചെയ്യുമ്പോൾ തിരിച്ച് കയറും എന്നുള്ളൊരു വിശ്വാസത്തോടെ കൂടി ഹോൾഡ് ചെയ്തിരിക്കും. പക്ഷേ അവിടെ സംഭവിക്കുന്നത് വളരെ വലിയൊരു നഷ്ടമായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. സോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മളിപ്പോൾ 1.5 ആണ് നമ്മുടെ റിസ്ക് റിവാർഡ് റേഷ്യോ നമ്മൾ വെക്കുന്നത്. നമ്മുടെ സ്ട്രാറ്റജിയുടെ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത് 1.5 ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു 1ൽ ആ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കണം. ആ ഒരു 1 ഹിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ 1% ഹിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും എക്സിറ്റ് ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി കൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ ഒരിക്കലും വെള്ളം ചേർക്കാതിരിക്കുക. മാത്രമല്ല നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഒരു ട്രേഡ് ലോസ് ആയി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി മൊത്തത്തിൽ മാറ്റാതിരിക്കുക. ഒരു 10 ട്രേഡൊക്കെ അടുപ്പിച്ച് ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രേഡിംഗ് സ്ട്രാറ്റജി മാറ്റാം. അതല്ല ഒരു ലോസൊക്കെ സംഭവിച്ചു അല്ലെങ്കിൽ 1-2 ലോസൊക്കെ സംഭവിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ആ ട്രേഡിംഗ് സ്ട്രാറ്റജി ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും ജസ്റ്റ് ഒന്ന് പോയി കാണാം. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് അതത്ര വലിയ കാര്യമൊന്നുമല്ല. ഏറ്റവും ആദ്യം ഞാനും ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് ഓരോ ക്യാൻഡിലും ഫോം ആയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും. അത് ടാർഗറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. പക്ഷേ ആ ഒരു റെഡ് ഏരിയയിലേക്ക്, ആ ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്ക് ഓരോ ക്യാൻഡിലും ഫോമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലൊരു പെടച്ചിലാണ്. ഭയങ്കര വെപ്രാളാണ്. എന്തോ വലിയ സംഭവം നഷ്ടപ്പെട്ട് ചെറിയൊരു ലോസ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവും. പക്ഷേ ആ ഒരു റെഡ് ഏരിയയിലേക്ക് ക്യാൻഡിൽസ് വന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ട്രേഡ് എടുത്തു, നമ്മളതിൻ്റെ ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളതിൽ നോക്കിയിരുന്നത് കൊണ്ട് അതിൽ വേറെ മാറ്റങ്ങളൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊരു ട്രേഡ് എടുക്കുകയാണ്, ഒരു എൻട്രി എടുക്കുകയാണ്. കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും കൃത്യമായിട്ട് അതിൻ്റെ ടാർഗറ്റും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ വീട്ടിൽ അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുക, സിനിമകൾ കാണുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുക. അതോടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ലോസോ പ്രോഫിറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമുക്ക് പിന്നീട് നോക്കാം. നമ്മൾ അതിൽ നോക്കിയിരുന്നത് കൊണ്ട് യാതൊരു ഗുണവും അല്ലെങ്കിൽ യാതൊരു മാറ്റവും അവിടെ സംഭവിക്കാനായിട്ട് പോകുന്നില്ല. മാറ്റം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഒരുപാട് സ്ട്രെസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിനും അത് ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനൊന്നും നിൽക്കാതിരിക്കുക. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കിയിരിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്. ഒരു ഉപദേശമായിട്ടൊന്നും ആരും കാണണ്ട. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ആ ഒരു രീതിയിൽ മാത്രം ഈ ഒരു വീഡിയോ എടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നിങ്ങളുടെ ലൈക്കുകൾ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.